മാത്യുവിന്റെ കഥാപാത്രത്തിന് നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുള്ള കോസ്റ്റ്യൂം റെഫറൻസ് പണ്ടത്തെ വിജയ് സിനിമകളുടെ കംപ്ലീറ്റ് അതേപോലെ തന്നെയാണ്. അതിന്റെ ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി എന്റെ പ്രമേയത്തിൽ ലക്ഷ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ മിന്നൽ മുരളിയിലെ സൂപ്പർ ഹീറോ, ലോകയിലെ കല്യാണിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, ആക്ച്വലി ഇത് ആളുകൾക്ക് ഇനി നോട്ടീസ് ചെയ്യും. ഇപ്പൊ ലോകയിൽ കുറെ ഹിഡൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ വന്ന രീതിയിൽ താങ്ക് യു എവരിവൺ. ആക്ച്വലി എനിക്ക് അഭിചേട്ടനും നൗഫലിക്കയും കെട്ടിയോളാൻ്റെ മലാക എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ കിട്ടിയതാണ്. ഇത് ബ്രദർഹുഡ് ബോണ്ടിങ് ആയിരുന്നു ആഫ്റ്റർ. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നൗഫലിക്ക അത് കഴിഞ്ഞിട്ടും അഭിചേട്ടനും കൂടി വീണ്ടും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഈ സിനിമയിൽ ഭയങ്കര ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോട്ട് തന്നെയാണ് ആക്ച്വലി ഈ സിനിമ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. കെട്ടിയോളാൻ്റെ മാലക ഈവൻ അത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്ത സിനിമയാണ്. നെല്ലിക്കാൻ പോയിൽ നൈറ്റ് ഡേയ്സും അത്രയും ഫ്രീഡത്തിൽ തന്നെ വർക്ക് ചെയ്ത സിനിമയാണ്. എൻ്റെ കുതിരക്കാലം എന്ന് പറഞ്ഞ ക്യാരക്ടറും അല്ലെങ്കിൽ എൻ്റെ യക്ഷി യൂണിവേഴ്സിലേക്ക് 2 കഥാപാത്രങ്ങൾ എടുത്തു വയ്ക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അതിൻ്റെ ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി എൻ്റെ പ്രമേയത്തിൽ ലക്ഷ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ മിന്നൽ മുരളിയിലെ സൂപ്പർ ഹീറോ, ലോകയിലെ കല്യാണിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഈ പടത്തിലായാലും 2 രസകരമായ ക്യാരക്ടർ എനിക്ക് ഭയങ്കര രസമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. പിന്നെ ആക്ച്വലി കംപ്ലീറ്റ്ലി ഫ്രീഡം തന്നൊരു സിനിമയാണിത്. അത് ആക്ച്വലി നമ്മൾ മാത്യുവിൻ്റെ ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഇത് ആളുകൾക്ക് ഇനി നോട്ടീസ് ചെയ്യും. ഇപ്പോൾ ലോകയിൽ കുറേ ഹിഡൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വന്ന രീതിയിൽ മാത്യുവിൻ്റെ കഥാപാത്രത്തിന് നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുള്ള കോസ്റ്റ്യൂം റെഫറൻസ് പണ്ടത്തെ വിജയ് സിനിമകളുടെ കംപ്ലീറ്റ് അതേപോലെ തന്നെയാണ്. വിജയുടെ നായികനെ പോലെ തന്നെയാണ് ഞാൻ മീനാക്ഷിനെ സെറ്റ് ചെയ്തത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കുറേ സിനിമകളിൽ വിജയുടെ എക്സാക്ട് അതേ ലുക്കാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ദെൻ അത് ആളുകൾക്ക് ഇനി കിട്ടിക്കോട്ടെ, ഞാൻ ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ട, എല്ലാവരും കണ്ടുപിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഭയങ്കര കൊളാബറേറ്റേഴ്സ് ആയിരുന്നു. ആക്ച്വലി ഞാൻ എന്ത് പുട്ട് ചെയ്താലും അവരത് വെയർ ചെയ്യാനും, ഈവൻ ഒരു പീരീഡ് സെറ്റിംഗ് ഉള്ള മൂവിയാണ്. അന്ന് പ്രോപ്പർലി ഒരു പീരീഡ് പറയാനില്ല. ബട്ട് അന്ന് നമ്മൾ കണ്ടിട്ടുള്ള പഴയ സിനിമകളിലുള്ള കുറേ നല്ല കഥാപാത്രങ്ങളെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അതിനുപരി ഇത്രയും ഐഡിയാസ് ഒക്കെ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത്, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ പ്രീവിയസ് ഒരു 53 സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ തന്നൊരു പ്രൊഡ്യൂസറെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ആൻഡ് താങ്ക് യു സജനിക്ക. പിന്നെ എല്ലാവർക്കും പടം ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനിക്കും എൻ്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞ മാതിരി മിന്നൽ മുരളിയും അതേപോലെ നെല്ലിക്കാൻ പോയിലെ കുതിരക്കാലനും ജ്യോതിയേച്ചിയൊക്കെ. ആക്ച്വലി നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എൻ്റെ മറ്റ് സിനിമകൾ കണ്ടിട്ട് നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കഥാപാത്രങ്ങൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. എനിവേ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും താങ്ക് യു. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത് ഒരു സിനിമ സക്സസ് ആയിട്ട് പ്രസ് മീറ്റിന് വിളിക്കാൻ. ഞാൻ 53 സിനിമ ചെയ്തിട്ടുണ്ട്. 53ാമത്തെ സിനിമ വരെ എത്തേണ്ടി വന്നു എന്നെ ഒരു പ്രസ് മീറ്റിൽ വിളിക്കാൻ. താങ്ക് യു സജൻ. താങ്ക് യു. ഈ വിജയ് പരിപാടി അവൻ സെറ്റ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഇക്ക ഞാനൊരു ഐറ്റം പിടിക്കുന്നുണ്ട്, ഇക്കൊക്കെ ഉറപ്പായിട്ടും പറക്കവും എന്നാ പറയുന്ന പിടിക്ക് കാണട്ടെ. എന്നിട്ട് ആ ഡബിൾ ഷെയ്ഡ് ഷർട്ടും പരിപാടി 90s വസന്താണ്, ഇക്ക സെറ്റാണെന്ന് പറഞ്ഞിട്ട് എന്നെ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെടാ മെൽവി, അത് വർക്കായിട്ടുണ്ട്. താങ്ക് യു മെൽവിജ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ് കണക്കാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഭയങ്കരമാണ്. അപ്പം എന്നെ അങ്ങനെ മെൽവിജ്. താങ്ക് യു സോ മച്ച് മെൽവിജ്. താങ്ക് യു.